അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള UDF-ലെ നേതാക്കളെ, എൻ്റെ പ്രിയ നാട്ടുകാരെ, എനിക്ക് ആദ്യം ഇവിടെ ചോദിക്കാനുള്ള, ഇന്നലെ ഒരു സഹോദരൻ്റെ പ്രഭാഷണം കേട്ടു. സ്വന്തമായിട്ട്, അതായത് UDF-ന്റെ പ്രകടന പത്രിക എടുത്തിട്ട് അതിൽ ഓരോന്നും വായിച്ച് ചോദിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു പ്രകടന പത്രിക പോലും സ്വന്തം ഗ്രാമത്തിന്റെ വരാനിരിക്കുന്ന വികസന പദ്ധതികൾ എന്താണെന്നുള്ളത് ലക്ഷ്യബോധമില്ലാതെ, നഗരസഭയുടെ പൊതുവായിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ടുള്ള ഒരു പത്രിക അല്ലാതെ സ്വന്തമായിട്ട് എന്താണ് എതിർ ടീമിൽ പറയാനുള്ളത്? സ്വന്തമായിട്ടൊരു പ്രകടന പത്രിക ഉണ്ടോ? കോട്ടാശ്ശേരിയിൽ കൊണ്ടുവന്ന കുടിവെള്ളം നിങ്ങൾക്കറിയാലോ, ഒരു മണ്ഡലത്തില് MLA വഴിയല്ലാതെ ഒരിക്കലും, സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ, MLA വഴി മാത്രമാണ് നമുക്ക് MLA-യുടെ അശ്രാന്ത പരിശ്രമ ഫലമായിട്ട് കിട്ടിയ SC കോർപ്പസ് ഫണ്ടിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ള കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് ലൈനിലേക്ക് UDF കൗൺസിലർ വന്നതിന് ശേഷം ഹൗസ് കണക്ഷൻ പൂർത്തിയാക്കി കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം 1.5 ലക്ഷം രൂപ നഗരസഭാ ഫണ്ട്, കൗൺസിലറുടെ ആസ്തി വികസന ഫണ്ടുകളെ നഗരസഭയുടെ 1.5 ലക്ഷം വാട്ടർ അതോറിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കുടിവെള്ള സമിതി ഉണ്ടാക്കി 130 ആളുകൾക്കും സൗജന്യമായിട്ട് കുടിവെള്ളം എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അത് മുടക്കാൻ ആദ്യം ഒരു 35 പേർക്ക് മാത്രം 8000 രൂപ കൊടുത്ത് ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. 35 ആൾക്ക് മതി എന്ന് പറഞ്ഞതിന് എന്ന അന്യായത്തെ മറികടന്നുകൊണ്ടാണ് നമ്മള് മുഴുവൻ ആളുകളിലേക്കും സൗജന്യമായിട്ട് കുടിവെള്ളം എത്തിച്ചത്. SC കോർപ്പസ് ഫണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് തന്നെയാണ്. പിന്നെ അയാൾ പറഞ്ഞു, CMLRRP നിലവില് കഴിഞ്ഞ 35 വർഷത്തെ ഭരണത്തിൽ അവർ ലാസ്റ്റ് വെച്ച 2 ഫണ്ടാണ് CMLRP. എന്തുകൊണ്ട് അവര് 35 കൊല്ലം കാത്തുന്നു? അവർക്ക് നേരത്തെ അത് ചെയ്തുകൂടായിരുന്നോ? ആ CMLRP-യിൽ വന്നിരുന്ന സാങ്കേതിക തടസ്സങ്ങളെ നീക്കം ചെയ്തുകൊണ്ടാണ് UDF കൗൺസിലർ ആ പ്രവൃത്തി തുടങ്ങി പൂർത്തീകരിച്ചത്. അത് തുടങ്ങി വെക്കാൻ പോലും സാധിക്കാതെ 35 കൊല്ലത്തെ ഭരണം നിർത്തി വെച്ചിട്ടല്ലേ കഴിഞ്ഞ വർഷം അവരിറങ്ങിപ്പോയത്. ഇനി ആ സഹോദരൻ ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് മുനിസിപ്പാലിറ്റി തരുന്നല്ലേ. പിന്നെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുമോ വ്യക്തിഗത ആനുകൂല്യങ്ങള്? വ്യക്തിഗത ആനുകൂല്യങ്ങള് ഒരു വാർഡിൽ കൃത്യമായി വിവരം അറിയിച്ചിട്ട് അപേക്ഷ ഫോമുകൾ വാങ്ങി എല്ലാവരിലേക്കും എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കഴിഞ്ഞ 5 വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നിങ്ങൾ വിവരാവകാശം ചോദിച്ചോളൂ. കോട്ടാശ്ശേരിയിലെ മുഴുവൻ വീടുകളിലേക്കും അപേക്ഷ സമർപ്പിച്ച മുഴുവൻ വീടുകളിലേക്കും ആനുകൂല്യം ഞാൻ എത്തിച്ചിട്ടുണ്ട്. മതിയോ? 1000 കോഴിക്കാരക്കാട മതി. സമയത്തിന്റെ കുറവുകൊണ്ട്